ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ യുഗ്മഗാനങ്ങൾ പാടി അനശ്വര ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഹിന്ദി ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന അനുഗ്രഹീത ഗായകൻ സുധീർ ബാലചന്ദ്രൻ. അർത്ഥവും കാവ്യാത്മകവും മനോഹരവുമായ വരികളുള്ള പഴയ ഹിന്ദി ഗാനങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പാടി അവതരിപ്പിച്ചാണ് പാലക്കാട് ചാത്തൻകുളം ഗാർഡൻസ് സുഭിക്ഷ വീട്ടിൽ സുധീർ ബാലചന്ദ്രൻ ശ്രദ്ധേയനായിട്ടുള്ളത്. പാട്ടുകളിലൂടെ ഒട്ടേറെ ആരാധകരെ നേടിയെടുക്കാനും MBA അധ്യാപകനായ സുധീർ ബാലചന്ദ്രനായിട്ടുണ്ട്. മുഹമ്മദ് റാഫിയെയും മുകേഷ് കുമാറിനെയും കിഷോർ കുമാറിനെയും ഭൂപൻ ഹസാരികയെയും ഏറെ ഇഷ്ടപ്പെടുന്ന സുധീർ ബാലചന്ദ്രൻ ഏറെ ആരാധിക്കുന്ന ഗായികയാണ് ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറുടെ അനശ്വരഗാനങ്ങൾ പാടി അവതരിപ്പിച്ചാണ് സുധീർ അനശ്വര ഗായികയുടെ അപ്രതീക്ഷ വേർപാടിൽ ദുഃഖം പങ്കിടുന്നത്. ലതയുടെ ഗാനങ്ങൾ എന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്നുവെന്നും ലതാ മങ്കേഷ്കർ പാടിയ ഗാനങ്ങൾ നമുക്ക് ചുറ്റും എക്കാലവും ഉണ്ടാകുമെന്നും സുധീർ ബാലചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു പാട്ട് പാടുകയാണെങ്കിൽ അതിൻ്റെ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പാടുകയാണെങ്കിൽ നമുക്ക് പാട്ടിന് കറക്റ്റായിട്ട് നമുക്ക് വി ക്യാൻ വാല്യൂ ദ സോങ്, വി ക്യാൻ സിങ് ഇറ്റ് ബെറ്റർ. ഞാനിപ്പോൾ ഒരു പാട്ട് പാടുകയാണ്, പക്ഷേ ആ പാട്ടിൻ്റെ ലിറിക്സിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് ആ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഹൃദയത്തിൽ നിന്ന് ആ പാട്ട് വെളിയിൽ വരില്ല. ഒരു ട്യൂണായിട്ട് നമുക്ക് പാടാന്നേ ഉള്ളൂ. മലയാളം പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചില വേർഡ്സുകൾ ഇപ്പോഴും ആ മലയാളത്തിൻ്റെ ഘനമുള്ള വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ വി വിൽ നോട്ട് ബി ഡൂയിങ് ജസ്റ്റിസ് ടു ദാറ്റ് കൈൻഡ് ഓഫ് സോങ് ഡെലിവറി. ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ്സ് ഐ ഹാവ് ഓൾവേസ് ബീൻ ദ നമ്പർ 1 ഇൻ എൻ്റെ ആദ്യത്തെ ലാംഗ്വേജ് ഹിന്ദിയാണ്, പിന്നെയാണ് ഇംഗ്ലീഷും മലയാളമൊക്കെ വരുന്നത്. So because of my masters in Hindi, I understand the Urdu loves and Urdu language, the Hindi proper. ഈ ഘനമുള്ള ഈ ഷായരി ഷെയറോ ഷായരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യുമ്പോൾ, അത് മനസ്സിലാക്കിയിട്ട് പാടുമ്പോൾ പാടുന്ന ആൾക്കും നല്ല രസം ഉണ്ടാവും ആൻഡ് കേൾക്കുന്ന ആൾക്കും ആ രസം അവർക്ക് അറിയില്ല. പാട്ടിന് നല്ല ഫീൽ ഉണ്ടെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. സോ ഹൗ കം ദിസ് ഫീൽ കം? This feel only comes provided you understand the lyrics and then you deliver the song. അപ്പോൾ അത് കാരണം ഞാൻ അധികം ഹിന്ദി ഗാനങ്ങൾ ബിക്കോസ് അതിൻ്റെ ലിറിക്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എനിക്ക്. വയലിൻ, ഗിത്താർ തുടങ്ങി സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും സുധീർ ബാലചന്ദ്രൻ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വീട്ടിൽ സ്വന്തമായി റെക്കോർഡിംഗ് റൂം ഒരുക്കിയിട്ടുണ്ട്. ഭാര്യ ഉഷാ സുധീറും മകൻ സുജയ് സുധീറും സുധീർ ബാലചന്ദ്രന് പ്രോത്സാഹനം നൽകുന്നു. ലതാജിയുടെ മനോഹര ഗാനങ്ങൾ വീണ്ടും വീണ്ടും പാടി പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതാണ് അനശ്വര ഗായികയ്ക്കുള്ള ഏറ്റവും വലിയ ആദരമെന്നും സുധീർ ബാലചന്ദ്രൻ പാടി തെളിയിക്കുകയാണ്. അനശ്വര ഗായിക ലതാ മങ്കേഷ്കർ നമ്മളെ വിട്ടുപോയെങ്കിലും അവരുടെ മനോഹര ഗീതങ്ങൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ലെന്നാണ് അനുഗ്രഹീത ഗായകൻ സുധീർ ബാലചന്ദ്രൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ഷെറി മോഹനൊപ്പം പ്രദീപ് ഉണ്ണി, SCV ന്യൂസ്.